എടവനക്കാട് സൗത്ത് ശാഖ സഹോദര സ്മാരക കുടുംബ യൂണിറ്റിന്റെ ആലുവ അദ്വൈത ആശ്രമ മഠാധിപതി സ്വാമി ധർമ്മ ചൈതന്യയുടെ അനുഗ്രഹ പ്രഭാഷണം ജൂൺ 16-ാം തീയതി വൈകിട്ട് 3-ന് കോമത്ത് ശ്രീകുട്ടന്റെ വസതിയിൽ വെച്ച് നടന്നു. പ്രഗത്ഭരായ SNDP ശാഖ അംഗങ്ങൾ പങ്കെടുത്തു. എടവനക്കാട് സൗത്ത് ശാഖയുടെ സ്മാരക കുടുംബ യൂണിറ്റിന്റെ 195ാമത് പ്രാർത്ഥനാ യോഗമാണ് ഇന്ന് നടത്തുന്നത്. ഇന്നിവിടെ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പൊ അതിന്റെ പേരിൽ ഒരു 2 വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് SNDP യോഗം എന്ന പ്രസ്ഥാനം രൂപീകരിച്ചു തന്നു. അതിനു മുന്നേ തന്നെ നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ശിവഗിരി മഠവും അതുപോലെയുള്ള സന്യാസി വര്യന്മാരെയും നമുക്ക് കഴിഞ്ഞ മാസം ഈ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നത്. ആ വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭരണസമിതി വരികയും അവർ കഴിഞ്ഞ ആഴ്ച ചാർജ് ഏറ്റെടുത്തതിന് ശേഷം 195ാമത് യോഗം നടത്താൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു ഭരണസമിതി വന്നപ്പോൾ അവരൊരു പുനരാലോചന നടത്തിയപ്പോൾ അവര് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുദേവൻ അതിന് പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ ഭരണസമിതി ആദ്യത്തെ യോഗം നടത്തുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം, രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു അവര് നമ്മുടെ സ്വാമിയെ ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രഭാഷണം നടത്തണം എന്നുള്ള ഒരാഗ്രഹം. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു സംവിധാനമാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ സദയം എല്ലാവരും ക്ഷമിക്കുക. മഠാധിപതി ശ്രീ സ്വാമി ധർമ്മ ചൈതന്യ അവർക്ക് വളരെ ആദരവോടെ നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ശാഖയിൽ നടന്നിരുന്നു. എല്ലാവർക്കും ഇവിടെ നിന്ന് ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ എല്ലാ പ്രഭാഷകരും പറഞ്ഞതെന്താണ്, കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ്. അതാണ് എനിക്കും പറയാനുള്ളത്. കാരണം എന്താണ്, നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ വളരെ പുറകായിരുന്നു. മറ്റുള്ള സമുദായമൊക്കെ വിദ്യ കൊണ്ട് പ്രബുദ്ധരായി ഒരുപാട് ഉയർന്ന സ്ഥാനങ്ങൾ നേടി. നമ്മളും ഇന്ന് ക്ലർക്ക് വരെയൊക്കെ പോകണുള്ളൂ. അതല്ല, നമ്മളും സിവിൽ സർവീസിലൊക്കെ കയറിപ്പറ്റാൻ നോക്കണം. വായനശീലം ഉണ്ടായിരിക്കണം. നല്ലൊരു എപ്പോഴും വായിക്കണം. വായനശീലം ഉണ്ടായാലല്ല നമുക്ക് സിവിൽ പരീക്ഷ ജയിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം ഒരു 3-4 പേപ്പർ വായിച്ചാലുണ്ടല്ല നമുക്ക് ഒരു ബ്രില്ലന്റില ലക്ഷ്യല ഒന്നിലും പോകേണ്ട ആവശ്യമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. നമ്മൾ അതുകൊണ്ട് വായനശീലം വളർത്തിയെടുക്കണം. അതിന് നമ്മളെ അമ്മമാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കൂടുതലായി ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ സ്വാമിജിയുണ്ട്, അദ്ദേഹം അടുത്തത് അനുഗ്രഹ പ്രഭാഷണം നമ്മുടെ ശാഖാ സെക്രട്ടറി ഈ യോഗം ഉദ്ഘാടനം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷത വഹിക്കുന്ന ശാഖാ പ്രസിഡന്റ് ശ്രീ അശോകൻ കണ്ടില്ലവർക്ക്, വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരങ്ങളെ, കുട്ടികളെ, നമ്മളേറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും സ്വാമി ധർമ്മ ചൈതന്യയുടെ മധുരമായ പ്രഭാഷണം കേൾക്കുവാനും വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുന്ന ഈ വേളയിൽ ദീർഘമായ ഒരു സംഭാഷണത്തിന് ഞാൻ ഏതായാലും മുതിരുന്നില്ല. ഇന്ന് എല്ലാം കൊണ്ടും ശാഖയ്ക്ക് വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹീതമായ ഒരു ദിനമാണ്. നമ്മുടെ 51ാമത് വാർഷിക പൊതുയോഗം വളരെ ഭംഗിയായി ഉച്ചയോടെ അവസാനിച്ചു. തുടർന്ന് നമ്മൾ ഇന്നത്തെ പുതിയ സഹോദര സ്മാരക കുടുംബ യൂണിറ്റിന്റെ പുതിയ ഭരണസമിതി ചാർജെടുത്ത് ആദ്യത്തെ സംരംഭം എന്ന നിലയിൽ വളരെ വിശിഷ്ടമായ രീതിയിൽ തന്നെ ഈ കുടുംബയോഗം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. അതിന് സദയം
അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ സമ്മതിച്ച സ്വാമി ധർമ്മചൈതന്യ അവരുടെ സ്നേഹപൂർവ്വം ഞാൻ ആശംസ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ യൂണിറ്റ് ശാഖയുമൊക്കെ ഗുരുദേവ ധർമാധിഷ്ഠിതമായി ഏറ്റവും നല്ല സമഭാവനയോടെ സൗഹൃദത്തോടെ മുന്നോട്ട് ഇറങ്ങാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ 195ാമത് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ശ്രീ ഗുരുവേ സഹോദരൻ സ്മാരക കുടുംബ യൂണിറ്റിൻ്റെ ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന ശാഖായോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ അശോകൻ സാർ, ഈ കുടുംബ സംഗമം ഉദ്ഘാടനം നിർവഹിച്ച ശാഖയുടെ സെക്രട്ടറി ശ്രീ സജീവൻ സാർ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ഭക്തരായ സഹോദരി സഹോദരന്മാരെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും വേഗമായിരുന്നു നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഗുരു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരമഗുരുവും പരമ ദൈവവുമായിട്ടാണ് നാം ഗുരുവിനെ കാണുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ ഗുരുദേവൻ അവതാരം ചെയ്ത കാലത്തുള്ള നമ്മുടെ പൂർവികരുടെ ജീവിതാവസ്ഥ എപ്രകാരമായിരുന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവനാണ്, ഗുരുവിൻ്റെ കർമ്മങ്ങളാണ്. ഗുരുവിനെ കുറിച്ച് ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഗുരു ആരാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ ഉള്ളവരാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും തന്നെ എന്ന് ഞാൻ ഊഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആചരണങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നിർവഹിച്ച് പോരുന്നു. 1912 ഗുരുദേവൻ ശിവഗിരിയിൽ നടത്തിയ ശാരദാ പ്രതിഷ്ഠയുടെ ശതാബ്ദി ആയിരുന്നു. 1914 ദൈവദശകം രചനാ ശതാബ്ദിയായിട്ട് ആഘോഷിച്ചു. കേന്ദ്രമായി തെരഞ്ഞെടുത്തത് വർക്കലയിലെ ഒരു കുന്നാണ്. ആ കുന്നിന് ഗുരുദേവൻ നൽകിയ പേര് ശിവഗിരി എന്നാണ്. ഗുരുദേവൻ പിന്നീട് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അദ്വൈതാശ്രമം സ്ഥാപിക്കുമ്പോഴും ഗുരുദേവൻ പറഞ്ഞത് തൊട്ടപ്പുറത്ത് ശിവനുണ്ടല്ലോ എന്നാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹ പ്രതിഷ്ഠകൾ നോക്കുമ്പോൾ, ക്ഷേത്ര സംസ്ഥാപനം നോക്കുമ്പോൾ അവിടെയും ശിവഭഗവാന്, അതുപോലെ ശിവകുടുംബാംഗങ്ങൾ
ഗുരു കൂടുതൽ പ്രാധാന്യം നൽകിയതായി കാണാൻ കഴിയും. ന്യൂസുകൾ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.